ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദന സംഹാരികളായ ആയുർവേദ എണ്ണകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ മുറിവെണ്ണയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മുറിവെണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഒടുവിനും ചതുവിനൊക്കെ സാധാരണ നമ്മൾ വെച്ച് കെട്ടുന്ന ഒരു എണ്ണ തന്നെയാണ് മുറിവെണ്ണ. അതിൽ നമ്മൾ കറ്റാർവാഴ പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കറ്റാർവാഴ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അസ്ഥികൾ പെട്ടെന്ന് ഊറിപ്പിടിക്കാനും അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ അതായത് കുഴ തെറ്റിപ്പോവുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് വെച്ച് മുറിവെണ്ണ വെച്ച് കെട്ടി വയ്ക്കുന്നത്, അത് സ്ഥാനത്തേക്ക് ആക്കിയതിന് ശേഷം മുറിവെണ്ണ വെച്ച് കെട്ടി വയ്ക്കുന്നതൊക്കെ വളരെ ഫലപ്രദമാണ്. മുറിവെണ്ണ അതുപോലെ തന്നെ ഒടുവിനും ചതവിനും ഒക്കെ ഉണ്ടാകുന്ന വേദനകൾക്കെല്ലാം മുറിവെണ്ണ വളരെ ഫലപ്രദമാണ്. അതിനുശേഷം നമ്മൾ വേറൊരു എണ്ണ എന്ന് പറയുന്നത് മഹാനാരായണ തൈലമാണ്. മഹാനാരായണ തൈലം ഇതുപോലെ തന്നെ വേദന സംഹാരിയാണ്. അത് വാതസംബന്ധമായ വേദനകൾക്കാണ് വളരെ ഫലപ്രദം. അതായത് രാത്രിയിലും രാവിലെയൊക്കെ വളരെ വേദന കൂടി നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിലും അതുപോലെ തന്നെ മഴയത്തുമൊക്കെ വേദന കൂടി നിൽക്കുന്ന സമയത്ത് വാതസംബന്ധമായ രോഗങ്ങൾ വേദന ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈ മഹാനാരായണ തൈലം നല്ല ചൂടായിട്ടുള്ള ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെ അത് പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. അതും കുറച്ച് നമ്മൾ അതുപോലെ തന്നെ ഇതിൽ ആവി പിടിക്കുന്നതുമൊക്കെ ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നതുമൊക്കെ വളരെ ഫലപ്രദമാണ്. ഈ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ആവി പിടിക്കുന്നതുമൊക്കെ വളരെ ഫലപ്രദമാണ്. മഹാനാരായണ തൈലം ഇത് കണക്ക് തന്നെ നടുവേദനയ്ക്കും മുട്ട് തേയ്മാനത്തിനും എല്ലാം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു തൈലം എന്ന് പറയുന്നത് പിണ്ണ തൈലമാണ്. വേദന സംഹാരി എണ്ണയാണ്. അത് നമുക്ക് സാധാരണയായിട്ട് പുകച്ചിലും നീറ്റലും ഒക്കെ നമുക്ക് മുളക് അരച്ച് തേച്ച് കണക്ക് വേദന എന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ പാദത്തിലും അതുപോലെ തന്നെ മുട്ടിലും കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ പുകച്ചിൽ കണക്കൊക്കെ വരുന്ന വേദനകൾക്ക് നമുക്ക് സാധാരണ ഈ തണുത്ത ആയിട്ടുള്ള ഒരു അത്രയും വീര്യം കൂടിയതല്ലാത്ത നല്ല തണുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ തണുത്ത വീര്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന പിണ്ണ തൈലം തന്നെയാണ് അതിന് വളരെ ഫലപ്രദം. അതുപോലെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്, അതായത് ഇത് വാതസംബന്ധമായി തന്നെ നമുക്ക് വരുന്ന നീരും അതുപോലെ തൊടുമ്പോൾ തന്നെയുള്ള വേദനയും അതുപോലെ തന്നെ ചുമപ്പും അതുപോലെ തന്നെ തൊടുമ്പോൾ തന്നെയുള്ള വളരെ ശക്തമായ വേദനയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആർത്രൈറ്റിസ് കണ്ടീഷനാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്. ഗൗട്ടി ആർത്രൈറ്റിസിന് ഈ പിണ്ണ തൈലം അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു തൈലം എന്ന് പറയുന്നത് സഹചരാതി തൈലമാണ്. സഹചരാതി തൈലം നമുക്ക് വെരിക്കോസ് വെയിൻസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് സഹചരാതി തൈലം. വെരിക്കോസ് വെയിൻസിന് നമുക്ക് സാധാരണ കാലിൻ്റെ ഫീറ്റ്, അതായത് നമ്മുടെ പാദത്തിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് വേണം സഹചര തൈലം ഇടാനായിട്ട്. അത് നമ്മുടെ സർക്കുലേഷന് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതായത് കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻസ് നിന്ന് വളരെ നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന വേദനകൾക്ക് നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. സഹചര തൈലം നമ്മൾ വെരിക്കോസ് വെയിൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എണ്ണ കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് കൊട്ടൻ ചുക്കാതി തൈലം. സാധാരണ എല്ലാവരും മസിൽ പെയിനിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയാണ് കൊട്ടൻ ചുക്കാതി തൈലം. അതേ മസിൽ പെയിനിന് തന്നെയാണ് കൊട്ടൻ ചുക്കാതി തൈലം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ അത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽ പെയിൻസിന് നമുക്ക് വളരെ ഫലപ്രദമാണ്. നമ്മൾ ഒരു സൈഡിലേക്ക് വരുന്ന വേദനയ്ക്കും ഒക്കെ നമുക്ക് ഈ കൊട്ടൻ ചുക്കാതി തൈലം നമുക്ക് ചൂട് പിടിക്കുന്നതും ഒക്കെ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് കൊട്ടൻ ചുക്കാതി തൈലം ഇട്ടതിന് ശേഷം ചൂട് പിടിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അവിടോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വേദന ശമിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതിൻ്റെ കൂടെ അല്പം കർപ്പൂരാതി തൈലവും കൂടെ മിക്സ് ചെയ്താൽ വളരെ ഫലപ്രദമായിരിക്കും. മസിൽ പെയിനൊക്കെ പെട്ടെന്ന് വിട്ടുമാറാനായിട്ട് ഈ കൊട്ടൻ ചുക്കാതി തൈലം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ രാത്രി വരുന്ന ക്രാംസ്, അതായത് കോച്ചിപ്പിടുത്തത്തിനൊക്കെ കൊട്ടൻ ചുക്കാതി തൈലം നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കാലൊക്കെ ഇപ്പം പുറത്തൊക്കെ വാച്ച്മാനായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരിൽ, അതായത് കാല് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ കാലിൽ ഭയങ്കര കഴപ്പും വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് കൊട്ടൻ ചുക്കാതി തൈലം ഇട്ട് നിൽക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ആ കഴപ്പൊക്കെ മാറാനും അതുപോലെ തന്നെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് ആ പെരുപ്പെല്ലാം മാറിക്കിട്ടാനും സഹായകരമാണ്.
അതുപോലെ തന്നെ ധന്വന്തരം തൈലം സാധാരണ സ്ത്രീകൾക്കൊക്കെ പോസ്റ്റ്നേറ്റലായിട്ട്, അതായത് പ്രസവാനന്തരമായിട്ട് നമ്മൾ ദേഹാസകലം തേച്ച് കുളിക്കാനായിട്ടൊക്കെ കൊടുക്കുന്നതാണ് ധന്വന്തരം തൈലം. ദേഹാസകലമുള്ള വേദനയ്ക്കും കഴപ്പിനുമൊക്കെ നമുക്ക് ഈ ധന്വന്തരം തൈലം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു തൈലം എന്ന് പറയുന്നത് കാർപ്പാസസ്ത്യ തൈലം സാധാരണ നമ്മൾ നെർവ് പെയിനൊക്കെയാണ്, നെർവ് വീക്ക്നെസ്സിനൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കൈകൾക്കും കാലിനൊക്കെ ഉണ്ടാകുന്ന ഒരു തളർച്ച പോലെ ഉണ്ടാവുകയും അതുപോലെ നമുക്ക് പെരുപ്പ്, അതുപോലെ തന്നെ ടിംഗ്ലിങ് സെൻസേഷൻ, അതായത് ഒരു പിന്ന് കുത്തുന്ന കണക്കുള്ള വേദന, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ കയ്യിൽ വേദന വരിക, അത് നെർവ് പെയിനാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാർപ്പാസസ്ത്യ തൈലം, അതുപോലെ തന്നെ സഹചരാതി തൈലം ഇടുന്നതും ഇത് വളരെ ഫലപ്രദമായിരിക്കും. ഇതുപോലെ തന്നെ നെർവ് പെയിൻ, അതുപോലെ തന്നെ നമുക്ക് നംനെസ്സും ഇതിൻ്റെ വളരെ ഒരു പ്രധാന സിംറ്റമായിട്ട് കാണുന്നുണ്ട്. അതായത് നെർവ് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് അവിടെ അറിയാൻ കഴിയില്ല, അവിടെ നമ്മളെ തൊട്ടിരിക്കുകയാണ്, പെരുപ്പ് കാരണം നമുക്ക് അറിയാൻ കഴിയില്ല, തൊട്ട് ആ ഒരു സന്ദേശം എത്തുന്നില്ല അങ്ങോട്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഡയബറ്റീസുകാർക്കൊക്കെ സാധാരണ, ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർക്കൊക്കെ സാധാരണ ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് പിന്നെ ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ നെർവ് പെയിൻ വരുന്നത്. അതായത് നമുക്ക് ഒരു ചെറിയ ബ്ലാങ്കറ്റ് പോലും എടുക്കുമ്പോൾ ഭയങ്കര വേദനയായിട്ടൊക്കെ, ചെറിയ വെയിറ്റ് പോലും ഭയങ്കര വേദനയായിട്ട് എടുക്കുമ്പോൾ വളരെ വേദനയായിട്ട് തോന്നുന്ന സന്ദർഭങ്ങൾ വരാം. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെയൊക്കെ വരാം. അതുപോലെ തന്നെ അവിടെ തരിപ്പും പെരുപ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന എണ്ണകളെന്ന് പറയുന്നത് കാർപ്പാസസ്ത്രാദി, അതുപോലെ തന്നെ സഹചരാദിയൊക്കെ ഇടുന്നത് വളരെ ഫലപ്രദമായിരിക്കും. നമുക്ക് പിന്നെ നമ്മൾ ക്ഷീരബല പോലത്തെ ഓയിൽസ് ഉണ്ട്, അതൊക്കെ നമുക്കും ക്ഷീരബലയും ഇതുപോലെ തന്നെ വേദന സംഹാരിയായിട്ടുള്ള മറ്റൊരു എണ്ണയാണ്. അതും ഇതുപോലെ ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള സിൻഡ്രോംസിനൊക്കെ കണ്ടീഷൻസിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിലാണ് ക്ഷീരബല തൈലം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം.